നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ജമ്മു കാശ്മീർ കത്വയിലെ ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ദിവസങ്ങളായി ഭീകരർക്കായുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു. ഒടുവിൽ ഏറ്റുമുട്ടൽ. ഇപ്പോൾ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു എന്ന വാർത്ത കൂടി വരുന്നു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? അതിനിടെ 3 തവണ ഏറ്റുമുട്ടലുണ്ടായി. ഇന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചത്. അതിൽ ഓഫീസർ റാങ്കിലുള്ള ഒരു സൈനികനും ഉൾപ്പെടുന്നു എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച വിവരം. 2 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടലിനിടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ജുത്താന മേഖലയിലാണ് ഇന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായത്. നേരത്തെ ഭീകര സാന്നിധ്യം ഉണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിരാനഗറിലാണ് കഴിഞ്ഞ 5 ദിവസമായി തെരച്ചിൽ നടന്നു വരുന്നത്. ഇതിന് പിന്നാലെ ഇന്ന് ഉച്ചയോടെ ഭീകരവാദികളുടെ സാന്നിധ്യം ഈ ജുത്താനയിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയും തെരച്ചിൽ ആരംഭിച്ചത്. അതിന് പിന്നാലെ ഭീകരവാദികൾ ഒളിച്ചിരുന്ന് സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് 3 സൈനികർ വീരമൃത്യു വരിച്ചത്. മേഖലയിൽ കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. മേഖല വളഞ്ഞ് സൈന്യം തെരച്ചിൽ തുടരുകയാണ്. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? പ്രവിത, ഈ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു എന്ന കാര്യമാണ് സുരക്ഷാ സേന സ്ഥിരീകരിക്കുന്നത്. അതിൽ ഓഫീസർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം ഭീകരവാദികളെ 2 പേരെ വധിച്ചിരിക്കുന്നു. അവരെയും തിരിച്ചറിയാനായി പോലീസിന്റെ നേതൃത്വത്തിലുള്ള തിരിച്ചറിയലിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീരമൃത്യു വരിച്ച 3 സൈനികരുടെ കൂടുതൽ കാര്യങ്ങൾ അത് സൈന്യം പുറത്ത് വിട്ടിട്ടില്ല. ഈ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ 5 സൈനികരെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ഈ മേഖലയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് എന്നുമാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രവിത. ശരി. ജമ്മു കാശ്മീർ കത്വയിലെ ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിട്ടുണ്ട് എന്നാണ് ബൽറാം നെടുങ്ങാടി നൽകുന്ന വിവരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ മാതൃകാ ടൌൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. കൽപ്പറ്റ ബൈപ്പാസിനടുത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടറിൽ 7 മാസത്തിനപ്പുറം ദുരന്തബാധിതർക്ക് സ്നേഹവീടുകൾ ഒരുങ്ങും. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് പുനരധിവാസം നൽകുന്ന മഹാസന്ദേശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുളെടുത്ത ചൂരൽമലയും മുണ്ടക്കൈയും 20 കിലോമീറ്ററിനിപ്പുറം കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുനർജനിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട ദുരന്തബാധിതർക്ക് കേരളത്തിന്റെ കരുതൽ. പുനരധിവാസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. പുനരധിവാസത്തിന് 20 കോടി രൂപ നൽകുമെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് മുഖ്യമന്ത്രി ചടങ്ങിൽ വായിച്ചു. രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്ത 100 വീടുകൾ ടൗൺഷിപ്പിൽ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബഹുമാന്യനായ ഇന്ത്യയിലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ മുൻ MP കൂടിയുമായ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു. വിട്ടുപോയവരെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി. I am sure that some of the issues regarding some beneficiaries who might have been left out will also be looked at. 7 മാസത്തിനുള്ളിൽ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുക. 1000 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മാണം. 8 മാസത്തിനു മുൻപാണ് രാജ്യത്തെ നടുക്കിയ മഹാദുരന്തം. 298 പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. സാഹോദര്യത്തിന്റെ നേർസാക്ഷ്യവുമായി മറ്റൊരു അതിജീവന ഗാഥ. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ മാതൃകാ ടൗൺഷിപ്പ് ഇനി കേരളത്തിന്റെ കരുതലിന്റെ പ്രതീകം.
ടീം 24 വയനാട്. ടൗൺഷിപ്പ് തറക്കല്ലിടിയിൽ ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായം പ്രതീക്ഷിച്ചുവെങ്കിലും ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സഹായം ഉണ്ടാകാത്തത് പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പുനരധിവാസ സഹായത്തിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും കേന്ദ്രത്തെ വിമർശിച്ചു. കേന്ദ്രത്തിൽ നിന്നും വലിയ സഹായം നാം പ്രതീക്ഷിച്ചു, ലഭിച്ചില്ല. അസാധാരണ ദേശീയ ദുരന്തമെന്ന നിലക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. അതിനോടും മുഖം തിരിക്കുന്ന നിലയുണ്ടായി. 529 കോടി രൂപയുടെ വായ്പ അത് തിരിച്ചടക്കേണ്ട വായ്പയാണ്. പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാകും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. Unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. Despite all our efforts, assistance from the central government side, and despite Modi ji coming here, that assistance has been negligible. രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും സർക്കാരിനൊപ്പം കൈകോർത്താണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി വീടുകൾ നിർമ്മിക്കുന്നത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 434 വീടുകളാണ് നിർമ്മിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കാൻ ടൗൺഷിപ്പ് ഒരുങ്ങുകയാണ്. ടൗൺഷിപ്പിൽ വീടുകൾക്ക് പുറമെ ആരോഗ്യ കേന്ദ്രം, മാർക്കറ്റ്, അങ്കണവാടി, കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ടാകും. സർക്കാർ നിർമ്മിക്കുന്ന വീടുകൾക്കൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ തുടങ്ങിയവരും ടൗൺഷിപ്പിൽ വീടുകൾ നിർമ്മിച്ചു നൽകും. രാഹുൽ ഗാന്ധിയാണ് ആദ്യം വീടുകൾ പ്രഖ്യാപിച്ചത്. 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനത്തിന് പിറകെ നിരവധി പേർ സഹായം ഉറപ്പു നൽകി. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടുകൾ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മിക്കുക. 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് കർണാടക സർക്കാരിന്റെ വാഗ്ദാനം. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ കെട്ടിപ്പൊക്കും. ആക്രി പെറുക്കിവിറ്റ് പണം കണ്ടെത്തിയ DYFI 100 വീടുകൾ നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് 30 വീടുകളും നിർമ്മിച്ചു നൽകും. KCBC 100 വീടുകളും KNM 50 വീടുകളും നിർമ്മിച്ചു നൽകും. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ 25 വീടുകൾ നിർമ്മിച്ചു നൽകും. ഇത് കൂടാതെ ടൗൺഷിപ്പിന് പുറത്ത് മുസ്ലിം ലീഗ് 100 വീടുകളും നിർമ്മിക്കും. ഞങ്ങളൊക്കെ പ്രോമിസ് ചെയ്ത രീതിയിലുള്ള പ്രോജക്റ്റ് വരുന്ന 9-ാം തീയതി, ഈ 9-ാം തീയതി തന്നെ ഞങ്ങളുടെ പ്രോജക്റ്റ് ബഹുമാനായ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 100 വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മം അടുത്ത 9-ാം തീയതി ഞങ്ങൾ ഇവിടെ നിർവഹിക്കും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദുരന്തബാധിതരെ സഹായിക്കാനായി സമഗ്ര പദ്ധതിയാണ് 24 നടത്തുന്നത്. 24 കണക്റ്റുമായി ചേർന്നാണ് സഹായം ഉറപ്പാക്കുന്നത്. 24 വയനാട്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന് ജനകീയ പ്രതിരോധയാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്ര ഇടുക്കി ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ നിന്നാണ് ജില്ലയിലെ പര്യടനം തുടങ്ങിയത്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ യാത്രയുടെ ഭാഗമായി. എറണാകുളം ജില്ലയിലെ പര്യടനത്തിന് നാളെ തുടക്കമാകും.
തൊടുപുഴ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയെത്തി. ന്യൂമാൻ കോളേജിൽ യാത്രയ്ക്കൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നു. മാധ്യമരംഗത്ത് 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ അങ്ങേക്ക് ഒരുപാട് ന്യൂമൻ കോളേജിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ന്യൂമൻ കമ്മ്യൂണിറ്റി ഈ ചെറിയ ഉപഹാരം സമർപ്പിക്കുകയാണ്. ആന്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പ്സും ഒക്കെ നടത്താറുണ്ട് NSSന്റെ വക. അപ്പൊ അതിലൊക്കെ കൂടി നമുക്ക് നല്ലൊരു ഉത്ബോധം കിട്ടാറുണ്ട്. അക്രമങ്ങളും അതുപോലെ തന്നെ ഡ്രഗ്സ് റിലേറ്റ് ചെയ്ത എല്ലാ കേസസും നമുക്ക് കുറയ്ക്കാൻ പറ്റും കേരളത്തിൽ തന്നെ. ആംബുലൻസ് തൊഴിലാളികളുടെ സംഘടന യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. നമ്മുടെ ഒരു സന്തോഷം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളും ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ MDMA ഒക്കെ നമ്മുടെ പിള്ളേരെ അടിച്ച് നാശമായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളോട് ഇറങ്ങി എന്നുള്ളത് വളരെ സന്തോഷം. അല്ല, ഇവിടെ എന്ത് പരിപാടിക്കാണേലും ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും ചെല്ലും. അതാ കളി. അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. തൊടുപുഴ അൽ അസർ കോളേജിലും മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിലും വിദ്യാർത്ഥികൾ യാത്രയ്ക്കൊപ്പം അണിനിരന്നു. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി യാത്ര പൂർത്തിയായി. നാളെ മൂവാറ്റുപുഴ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് 3 ദിവസം നീണ്ടു നിൽക്കുന്ന എറണാകുളം ജില്ലാ പര്യടനത്തിന് തുടക്കമാകും. 24 ഇടുക്കി. സമൂഹത്തിലെ ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയെ പ്രശംസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 24-ന്റേത് മാതൃകാപരമായ പ്രവർത്തനമാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ പ്രത്യേക പദ്ധതികൾ നടത്തിവരികയാണെന്നും കൂട്ടായി നിന്ന് വിപത്തിനെ നേരിടാമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇപ്പോൾ തന്നെ ചില പത്രമാധ്യമങ്ങൾ നല്ല ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ലേഖന പരമ്പര, അതുപോലെ ടെലിവിഷൻ ചാനലുകൾ, ഫ്ലവേഴ്സ് ചാനലും അതിൽ 24-ഉം ചില പ്രോഗ്രാംസ് തയ്യാറാക്കി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട് ഇതിനൊരു ഐക്യദാർഢ്യം ഇതിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടത്തണം. ഇതൊരു നിയമം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാൻ കഴിയുന്നതല്ല. അത് എല്ലാവരും ചേർന്നുകൊണ്ട് പരിഹാരം കാണേണ്ടതാണ്. ചാനൽ ചർച്ചയിൽ മുൻ മന്ത്രിയും CPIM നേതാവുമായ PK ശ്രീമതിക്കെതിരെ നടത്തിയ അഴിമതി ആരോപണത്തിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച BJP നേതാവ് B ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ തെളിവില്ല എന്ന് തനിക്ക് മനസ്സിലായതായും PK ശ്രീമതിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വസ്തുതകൾ മനസ്സിലാക്കാതെ വ്യക്തിപരമായി ചാനൽ ചർച്ചകളിൽ നടത്തുന്ന അധിക്ഷേപങ്ങൾ ഭൂഷണമല്ല എന്നായിരുന്നു PK ശ്രീമതിയുടെ പ്രതികരണം. 2018 ജനുവരി 25-ന് ചാനൽ ചർച്ചയിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു PK ശ്രീമതിയുടെ പരാതി. കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ ആശുപത്രികളിലേക്ക് മരുന്നുകളും മറ്റ് ആവശ്യ വസ്തുക്കളും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് B ഗോപാലകൃഷ്ണൻ PK ശ്രീമതിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. ഇത് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും PK ശ്രീമതി ആവശ്യപ്പെട്ടിരുന്നു. പ്രസ്താവന പിൻവലിക്കാതെ വന്നതോടെയാണ് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് കേസ് ഹൈക്കോടതിയിലെത്തി. മധ്യസ്ഥതയിലൂടെ ഒത്തുതീർപ്പാക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചതോടെയാണ് ഗോപാലകൃഷ്ണന്റെ ഖേദപ്രകടനം. അന്തരിച്ച MLA PT തോമസ് നടത്തിയ പരാമർശം താൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ആരോപണങ്ങൾ തെളിയിക്കാൻ തന്റെ പക്കൽ മതിയായ തെളിവുകളില്ലായിരുന്നെന്നും B ഗോപാലകൃഷ്ണൻ. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണൂർ കോടതിയിൽ വെച്ച് തന്നെ അത് തീർന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടെ അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു. ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു. ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ്. തെളിവില്ലാതെ ആരും ആർക്കെതിരെ ആരോപണം ഉണ്ടാക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണനെതിരെ ഹൈക്കോടതി വരെ എത്തിയതെന്ന് PK ശ്രീമതി. പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുൻപാകെ വെച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന് പറ്റിയിട്ടുള്ള പെശക് അത് കരുതിക്കൂട്ടിയാണോ അല്ലയോ എന്നുള്ളതല്ല, വന്നിട്ടുള്ള പെശക് അദ്ദേഹം തിരുത്തി, അദ്ദേഹം ക്ഷമ ചോദിച്ചു. അത് മീഡിയേറ്റർ എഴുതിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ കേസ് ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. 7 വർഷത്തെ നിയമ പോരാട്ടമാണ് ഹൈക്കോടതി ഇടപെടൽ അവസാനിച്ചത്. 24 കൊച്ചി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. കാപ്പിൽ സ്വദേശികളായ ബിനു, സന്തോഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. പ്രതി വിജയകുമാറിനെ അയിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്?
മൂന്നുപേരും ഒന്നിച്ച് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് തർക്കമുണ്ടായത്. രാത്രി 9:30 കൂടിയാണ് ഈ അക്രമം നടക്കുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വിജയകുമാർ, അനിൽ, സന്തോഷ് എന്നിവരെ കയ്യിൽ വെട്ടുകയാണ് ഉണ്ടായത്. കൈക്കാണ് ഇവർക്ക് രണ്ടുപേർക്കും പരിക്കേറ്റുള്ളത്. ആദ്യം ഇവരെ പാരിപ്പള്ളി വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണ്. വെട്ടിയ വിജയകുമാറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുണ്ട്. അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും. പ്രവിത. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. 24 കണക്ട് ആൻഡ് FFC ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ വിൻസെന്റ് ജേക്കബ് വള്ളിയിൽ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകിട്ട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഷൈനി വിൻസെന്റാണ് ഭാര്യ. സംസ്കാരം പിന്നീട്. റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.